ഹായ് പറഞ്ഞു എലിക്കുട്ടി, ഹായ് പറഞ്ഞു ഇങ്ങനെ ഹായ്. ഇത് അങ്ങോട്ട് നോക്കി പറഞ്ഞത് ഇങ്ങനെ ടാറ്റ കൊടുത്തേ. ഇങ്ങോട്ട് ഫോണേൽ നോക്ക്, ഫോണേല് ഇവിടെ ജോമോൻ പറയുന്നിടത്ത് നോക്ക്. ഹായ് ഹായ്. എലിക്കുട്ടി അമ്മ ഇന്ന് പുറത്തേക്ക് പോവാണ്. ഞങ്ങളെല്ലാരും കൂടെ കൂടി നമ്മളിന്ന് പുറത്തേക്ക് പോവാണ്. എന്നാത്തിനാ പോണേന്ന് പറഞ്ഞേ? എന്നാത്തിനാ പോണേ? എന്നാത്തിനാ പോണേ? എന്നാത്തിനാ പോണേ? അമ്മയ്ക്ക് ഒരു ഉടുപ്പ് മേടിക്കാൻ. അമ്മയ്ക്ക് ഒരു ഉടുപ്പ് മേടിക്കാൻ വേണ്ടി ഞങ്ങള് പോവാണേ. ഉടുപ്പ് പാകത്തിന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തുണി എടുത്തോണ്ട് വരും, എന്നിട്ട് തയ്പ്പിക്കും. എല്ലാരും പറഞ്ഞു അമ്മയ്ക്ക് ഉടുപ്പ് തയ്പ്പിക്കണം. എന്നാത്തിനാണ്? ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്നാത്തിനാണ്? ആവശ്യമുള്ളതാണേ. എപ്പോഴും നൈറ്റി ഇട്ടോണ്ട് പോണോ? പോണ്ടല്ലോ. അമ്മ പോന്നാലല്ലേ ഉടുപ്പെടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് പോരാം. അമ്മ പോവാൻ ഇപ്പൊ റെഡി എല്ലായിടത്തും. ഒത്തിരി നേരം ഒന്ന് യാത്ര ചെയ്യാൻ പറ്റിയാലേ ഉള്ളൂ. അടച്ചു കൂട്ടുക. എന്നാ ഏറ്റോ വാടാ. അവരിറങ്ങാൻ താമസായിപ്പോ. പുറത്തേക്ക് പോണ കാര്യമൊക്കെ മതിയല്ലേ? ഭയങ്കര സ്റ്റിക്കറോ മനസ്സിൽ ജീവിക്കൊണ്ട് വാ. മുടി ജീവിയില്ലേ? ബാ എലിക്കുട്ടി. മഴ വീട്ടെ മഴ ഉഴപ്പല്ലേ? നിന്റെ പോക്കറ്റിലിട്ടാ ഫോൺ കൂടെ എടുത്ത്. ഇവിടെ ആരും വേണ്ട, നമ്മളെല്ലാരും പിന്നെ ഇവിടെ ആരും വേണ്ട. ജാക്കു ഉണ്ട് ഇവിടെ. ജാക്കു കടച്ചു കൂട്ടിയിട്ടാ പോണേ, അല്ലാതെ പോവാൻ പറ്റിയല്ലോ. ജാക്കു കൂട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ ജാക്കുവേ പട്ടി പട്ടി ജാക്കു ഇല്ലേ? ജാക്കു ജാക്കു ജാക്കൂന്നൊന്നും പറഞ്ഞ അമ്മയ്ക്ക് അറിയില്ല. പട്ടി ഇവിടെ പട്ടിയേ പട്ടി പട്ടി ഇവിടെ ഉണ്ടെന്ന് അവനെല്ലാം നോക്കി വീട് നോക്കാൻ. പട്ടിയല്ലോ പട്ടി ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. വാടാ എന്റെ അനങ്ങാപ്പാറേ. ഫോണെടുത്തോ? അവനാണ് അടച്ചു കൂട്ടുന്നത്. ഇവിടെ ആരും വേണ്ടെന്നേ. ആരും ഇല്ലാത്തപ്പോ എല്ലാവരും ഇരിക്കേണ്ട കാര്യമുണ്ട്. നമ്മളെല്ലാരും കൂടിയല്ലേ പോണേ. കയ്യെ പിടിക്കണ. ഇവിടെ ആരും ഇല്ല, നമ്മളെല്ലാരും കൂടിയാ പോണത്. പിന്നെ എന്തിനാ വീട്ടിലെ ആള് വേണ്ടല്ലോ. എല്ലാം അടച്ചു കൂട്ടി കുതിരയും വെച്ചു. പോവാ. ഇല്ലെന്ന് തുളച്ചൊന്നും കേറത്തില്ല. ഇവിടെ ഒന്നുമില്ല. പുറമേ വട്ടത്തിലൊന്നും നടക്കും. തുളച്ച് നടന്നേച്ച് വണ്ടി എടുത്തോ ഞാൻ അമ്മ ഇവിടെ വാ. അമ്മ ഇവിടെ വാ. രണ്ടു മൂന്നാഴ്ച അടുപ്പിച്ച് കയറി പിന്നെ സ്പീഡിൽ കയറിക്കോളും. ഒത്തിരി നാൾ കൂടി കയറുമ്പോഴാ ബുദ്ധിമുട്ട്. കയറി ഇരുന്നോ? കയറണ്ടേ? ഇവിടെ ഇരുന്നാ മതി കേട്ടോ. ഞാൻ അപ്പുറം പോയി കയറിക്കോളാം. അങ്ങോട്ട് മാറിയിരിക്കാം. അറിയാന്നേ അമ്മ രണ്ട് പോയി കഴിയും. പിന്നെ അമ്മക്കില്ല. മഴക്കാറുണ്ടല്ലോ. കുടയൊന്നും എടുത്തിട്ടില്ല. എടുത്തില്ലേ? അവിടെ പിടിച്ചാൽ AC ഇട്ടില്ലേ ഞാൻ? ചൂടാ. അല്ല പിന്നെ ഗ്ലാസ് പൊക്കിയിടാം. അങ്ങോട്ടാ പോണത്. പിന്നെ അല്ലാതെ പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിക്കണോ? അവിടുത്തെ പരിപാടി അമ്മയ്ക്ക് ഉടുപ്പെടുക്കാൻ പോവാന്നുള്ളതാണ് അവിടുത്തെ പരിപാടി. ഉടുപ്പ് അമ്മയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോ ഈ നൈറ്റി മാറ്റി ഉടുപ്പിട്ടോണ്ട് പോകാൻ മേലെ, സുന്ദരിയായി നടക്കാൻ മേലെ. അതൊക്കെ പിന്നെ ഇടയ്ക്ക് അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ചട്ടയും മുണ്ട് ഇപ്പൊ വേണ്ട, ഇത് കൂടി ഡ്രസ്സാണ് ഇടുന്നത്. ചട്ടയും മുണ്ടി മാറ്റി ഇതാ നല്ലത്. അതുകൊണ്ട് ഇത് കൂട്ട മേടിച്ചേക്കാന്ന് വെച്ചു. ഇതൊക്കെ ഓരോരുത്തരുടെ വീടാ. ഓരോരുത്തരുടെ വീടാന്നേ. നല്ല വീടാ. മിറ്റം മുതൽ മരുന്നടിക്കുവല്ലേ? അത് മരുന്നടിച്ചിട്ട് കൃഷിക്ക് കേടെന്ന് പറഞ്ഞിട്ട് പിന്നെയും മരുന്നടിക്കുക. ഉടുപ്പ് എവിടെ നിന്ന് കിട്ടുന്ന അവിടെ വരെ പോകും. ഉടുപ്പ് അതിനാ പോണത്. പിന്നെ കൊള്ളത്തില്ലേ? അമ്മയ്ക്ക് ഇഷ്ടല്ലേ?
ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വട്ടത്തിൽ കറങ്ങിയിട്ട് അവിടെ ഇരിക്കണം. എനിക്കങ്ങനെ വലിയ ഫാഷനൊന്നും വേണ്ട. ഫാഷനൊന്നും അങ്ങോട്ടോ ഇല്ല. മനുഷ്യർക്ക് നിക്കാരം പറ്റും. നിക്കാരോ ഒന്നും അല്ല. അമ്മ ചട്ടയും മുണ്ട് ഉടുപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മേനെ. എനിക്കറിയാൻ മേല. എളുപ്പമുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞായിരുന്നല്ലോ ഡ്രസ്സ് അവിടെ ഇല്ലല്ലോ. വിവീന ഇല്ലല്ലോ അവിടെ. നമ്മള് 4 പേരും അല്ലേ വീട്ടിലുള്ളൂ. വിവീന ഇനി കോളേജിലല്ലേ, ഇനി അവള് വരട്ടെ. കോളേജിലാണ് പഠിക്കണേ. അതാണ് ഇനി എത്ര നാളത്തേനാ? അത് ഇനിയുണ്ട് ഒരു 3.5 വർഷം കൂടെ. അത്രയുണ്ടോ? അതെവിടെയാ? വളരെ അല്ല 2.5 വർഷം കൂടെ. ഞങ്ങൾക്കൊന്നും കൂട്ടാൻ അറിയത്തില്ല. ഇങ്ങോട്ട് വരവില്ലല്ലോ. വരും, അടുത്ത ആഴ്ച വരും. അമ്മയ്ക്കൊന്നും അറിയത്തില്ല അമ്മ. കൃഷികളൊക്കെ ഉണ്ട്. അതെ, ഗ്ലാസ് താന്നോ? അതേ പിടിക്കരുത്. ഇവിടെ പിടിച്ചോ. ഇവിടെ ഇല്ലെന്നേ, മഴക്കാറൊന്നുമില്ല. ഇല്ലെന്നേ. ഇനി തുടങ്ങി എന്റെ ദൈവമേ. വീട്ടിൽ വന്ന് വൈകുന്നേരമേ പെയ്യുള്ളൂ, രാത്രിയാകുമ്പോ. കേട്ടാ, പോകാൻ ഭയങ്കര സന്തോഷാണല്ലോ മോനെ. 2 പ്രാവശ്യം അടുപ്പിച്ച് കൊണ്ടുപോയപ്പോ അതുകൊണ്ടോ അത് പോകാൻ റെഡിയാണ്. അതിനൊന്നും കൊണ്ടുപോകിയല്ല എന്നിട്ടാ പണ്ട് പോലെ പണി കൊടുത്ത് വീട്ടിലിരുത്തി. അത് ശരിയാ. എന്നാലും ഇടയ്ക്ക് വല്ലയിടത്തൊക്കെ കൊണ്ടുപോകണമായിരുന്നു. നിങ്ങളെല്ലാരും ഒക്കെ പോകുന്ന സമയത്ത്. അവിടെ പോകുള്ളൂ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോകാൻ നേരമുണ്ട്. നമ്മ വീട്ടിലെ കാരണന്മാരെല്ലാം നോക്കിയിരിക്കുമല്ലേ. ഇനിയിപ്പം നമ്മ 6 ലക്ഷത്തിൽ ആരെങ്കിലും വേണ്ടേ, കാരണന്മാരെങ്കിലും വേണ്ടെന്നും പറഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ വീടാ. ഈ കര കുരിയം അവിടെ ആയി. കുര്യത്തെ ഇവിടെ ഇപ്പൊ എത്തും. ഇത് കുരിയവാ. കുര്യമാന്നേ. നല്ല പുല്ലുണ്ടല്ലോ അവിടെ. എപ്പോഴും കനാലിൽ വെള്ളമുണ്ട്. നല്ല ഇതല്ലേ. കിളിച്ചുണ്ടമാവോ? അമ്മയ്ക്ക് എങ്ങനെ അറിയാം കിളിച്ചുണ്ടമാവാന്നത്? എനിക്ക് എങ്ങനെ അറിയാം കിളിച്ചുണ്ടമാവാന്ന്? ആണോ? നല്ല പൊടി. പഴുത്താലോ? പഴുത്താലോ? പഴുത്താ പൊളിയും. പുളിരസമുണ്ട്. പുളിരസമുണ്ടോ? മധുരമില്ലേ? മധുരമുണ്ട്. തലയെല്ലാം തറച്ചു പോയി കാണുമായിരുന്നു. വഴിയോരത്ത് നിൽക്കുന്ന നോക്കി. തായോ ഈ വെമ്പള്ളി? വീട്ടിൽ വളരെയാട്ട് വെളിയിലോട്ട് പോയി. ഇത്ര വെമ്പള്ളി ഇവിടെ അങ്ങോട്ട് ഈ വഴി ഇങ്ങനെയായിട്ടൊരു വഴി. അവിടുന്ന് വരാറുണ്ട്. നമ്മളെ പോക്കറ്റ് ചെറിയ മെയിൻ റോഡ് എടുക്കാന്ന് ഓർത്തല്ലേ. പെൻഗിൻ രണ്ട് AC. ഒരു AC-യുടെ വിലയിൽ 2 AC ആണ്. വീട്ടിൽ ഏത്തവാഴ വെച്ച നമുക്ക് ഇതിലേക്ക് പോരായിരുന്നല്ലേ. മറന്നുപോയില്ല. ഇവിടെ ഒന്നും ചെയ്യാറായിരുന്നു. വയലും കളത്തൂരുന്നേ ഇതിലേക്ക് പോരായിരുന്നു. അതാ ഞാൻ പറഞ്ഞ വണ്ടി പോകാൻ ഇങ്ങനെ വരികയല്ലായിരുന്നു. കിട്ടുപോയി സംഭവം. ഇതാ ഞാൻ പറഞ്ഞ വഴി. ഒരു കിലോമീറ്റർ കൂടെ അത്ര സ്ഥലം ആൾക്കാരെ കാണിക്കാൻ പറ്റില്ലേ. ഇവിടെ സംഭവമൊന്നുമില്ല. നമ്മള് ശർക്കര മേടിക്കാം. നാടൻ ശർക്കര എടുത്തിട്ട് പോവാം. ഇല്ല, ഞാൻ വണ്ടിയിലിരുന്ന് കണ്ടതാ.
ശകലം ദൂരേ ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പം? ഇറങ്ങുന്നുണ്ടോ? ഇവിടെ ഇറങ്ങുന്നുണ്ടോ? ശർക്കര ഉണ്ടാക്കുന്നുണ്ടോ? ശർക്കര ഉണ്ടാക്കുന്നുണ്ടോ? ഇതേ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാക്കുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ടോ? ഇല്ലേ എടുക്കണം. നാടൻ ശർക്കര വിൽക്കപ്പെടും. അല്ല, അത് തൂക്കി വെച്ചിരിക്കുന്ന ശർക്കര. ശർക്കര ഉണ്ടാക്കണതാണ് കേട്ടോ. ഇവിടെ കൊള്ളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ചണ്ടി കിടക്കുന്നതാണ്. കരിമ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. ഇതാണ് പൂണി, ശർക്കര ഉരുക്കി ഒഴിക്കുന്ന പൂണി കൊണ്ടു വെച്ചിരിക്കുന്നതാണ്. ശർക്കര ചാറ് ഊറ്റുന്ന മെഷീനാണിത്. ഇതിനകത്തേക്ക് കരിമ്പ് വാരിയിട്ട് ഇവിടെയോട്ട് ശർക്കര പാനി വരും. അവിടെ നിന്നാണ് തിളപ്പിക്കുന്ന അടുപ്പ്. ഇത് വെമ്പള്ളിയിലാണ് കേട്ടോ. വെമ്പള്ളി നോർത്തിലാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് ചേച്ചി ഇവിടെ ഉള്ളതാണ്. ഇവർ സ്വന്തമായിട്ട് കരിമ്പ് കൃഷി ചെയ്തിട്ടാണ് സംഭവം ചെയ്യുന്നത്. ശർക്കര ഉണ്ടാക്കണ സ്ഥലം കണ്ടോ? അത് വിറകല്ല, അത് കരിമ്പാ കേട്ടോ. കരിമ്പ് ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പാണ്. അമ്മേനെ ശർക്കരയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ പോകും. ചേച്ചിയുടെ ശർക്കരയുടെ ബ്രാൻഡ് അംബാസഡർ ആകുവാണ് അമ്മച്ചീനെ കേട്ടോ. തന്നെ ശർക്കര വില 170 അല്ലേ? വേറെ കിലോ അടി വേണ്ടേ? എന്തര മേടിക്കണ്ടേ? 1 കിലോ മതിയോ? അപ്പോൾ നമ്മൾ 2 കിലോ മേടിക്കണം. 170 രൂപയാണ് ഇവിടെ വില കേട്ടോ. നിങ്ങൾ ഈ വഴിയാണ് വരുമ്പം വെമ്പള്ളി നോർത്തിലാണ് ഈ ചേച്ചിയുടെ സ്ഥാപനം. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഞങ്ങൾ ഇവിടെ വന്ന് മേടിക്കാറില്ല കേട്ടോ. നല്ല ശർക്കരയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ കേട്ടോ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവിടെ ഇന്ന് കറണ്ട് ഇല്ലല്ലേ? ഇവിടെ ഉണ്ടാക്കുവാണ് ചെയ്യുന്നത്. 6 വർഷമായില്ലേ? 6 വർഷമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ചുക്ക് ചീരയിലൊക്കെ ഇട്ടുണ്ട്. പാനിയുണ്ട്. ശർക്കര പാനിയുണ്ട്. ചുക്കും ജീരകലായിട്ടും എല്ലാം ഉണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ. വിൽക്കുന്നു. ഇവിടെ തന്നെ. അതെ, നിങ്ങൾ കരിമ്പ് കൃഷി ചെയ്യുന്നല്ലേ? അപ്പോൾ ഇതുവഴി നിങ്ങൾ ഉണ്ട്. ഇതുവഴി നിങ്ങൾ വരുമ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ MC റോഡ് മാരൂർ പോണ വഴിയിലാണ് കേട്ടോ ഇത്. വെമ്പള്ളി നോർത്തിൽ. ഓക്കെ. നമ്മളിവിടുന്ന് ശർക്കര മേടിച്ചിട്ട് വെമ്പളിയിൽ ആദ്യം വന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ശർക്കര മേടിച്ച് നമ്മൾ അമ്മയ്ക്ക് ഉടുപ്പ് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ സ്ഥിരം വരാറുള്ള കട തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ.
എന്നാടി പറഞ്ഞ ഇവിടെ പറഞ്ഞ ചുരിദാറിന്റെ ടോപ്പ് ഉടുപ്പായിട്ടുള്ളതായാലും വീട്ടിലാണ് നമുക്ക് പുറത്ത് പോകാനായിട്ടൊക്കെ ഇടാനായിട്ട്. ഇവിടെ വന്നിട്ടില്ലേ അമ്മ ഓർക്കണില്ലേ? കൊച്ച് പുറകെ നിൽക്കണം. ആ ലിഫ്റ്റ് വേണം. ആ പിന്നെ ഇവിടെ വരാം. മൂന്നാമത്തെ ട്രിപ്പ് ചേട്ടന്തി ആ എന്നാ നമ്മൾ ലിഫ്റ്റിലാണ് കേട്ടോ. ലിഫ്റ്റ് ഷൂ എന്നും പറഞ്ഞ് മുകളിലോട്ട് പോകും. എന്നാലും കയറുതല്ലേ? പിന്നെ ആ ലിഫ്റ്റ് താഴോട്ട് പോണ പോലെ തോന്നുന്നുണ്ടോ? അല്ല മുകളിലോട്ട് പോണ പോലെ തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇറങ്ങി അയ്യോ ചുമര. കിട്ടുമായാലും നല്ലതാണ്. ആ അതെ അതിന്റെ ലൈറ്റ് കളറേ കൊടുക്കാനുള്ളതാണ്. ഇതെല്ലാം മേടിക്കാനുള്ള വിൽക്കാനുള്ളതല്ലേ? അമ്മയ്ക്ക് അതിനാണ്. അമ്മയ്ക്ക് മേടിക്കാനാ ഞങ്ങൾ വന്നേക്കണേ. അമ്മയ്ക്ക് അലക്കിയിട്ടിരിക്കുന്നല്ല തൂക്കിയിട്ടിരിക്കുന്ന. ആ ഇത് പുതിയതാ കേട്ടോ. ആ അമ്മച്ചിന് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്നത്. അമ്മയ്ക്കുള്ളൊരു ഉടുപ്പ് തന്നേരും. ഉടുപ്പല്ല ചുരിദാറിന്റെ ഇപ്പോഴത്തെ ഒറിജിനുള്ള ചുരിദാറില്ലേ? അതിപ്പോ വൈറ്റ് കളർ വേണം. വൈറ്റോ ക്രീമോ എന്തെങ്കിലും അങ്ങനെയുള്ള കളർ വേണം. നമ്മ ഇവിടെ ഇരുന്നോ? കസേരയിലിരിക്കും. അവിടെ ഇരുന്നോ? ഈ കെട്ടിടം പണിതെടുക്കാൻ എന്തോരം രൂപ വേണം? പിന്നെ കെട്ടിടം പണിതെടുക്കാൻ പൈസ കൊടുക്കാൻ പറ്റുമോ? രൂപയുണ്ട്. ഒരു രൂപ ഇങ്ങോട്ട് കിട്ടും. നമുക്കെല്ലാം വേറെ കാര്യത്തിലാണ്. ഇത് ഒത്തിരി വലുതാ. ഒത്തിരി വലുതാ. എനിക്ക് തന്നെ വലുതാ. ഇത് നോക്കിക്കേ, എനിക്ക് തന്നെ വലുതാ. ഇത് നോക്കാവോ? ആണെങ്കിൽ നമ്മൾ ചെയ്യിപ്പിച്ചു തരാം. കുറച്ച് ഇതൊക്കെ ചെയ്ത് തരും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്കാം. അത്ര വലിയ വേണ്ട. പിള്ളേർക്കുള്ളതെടുക്കേ. പിള്ളേരുടെ അപ്പൊ കളർ ക്രീം വേണ്ട. നമുക്കുള്ളതല്ല. 10-15 വയസ്സുള്ള പിള്ളേരുടെ. ആ പിന്നെ കറി മേടിച്ചിടുന്നല്ലേ? എല്ലാവരും മേടിച്ചിടുന്നതാണ്. ബ്ലൂ കൂടുതലല്ലേ? വൈറ്റ് കുറവല്ലേ? ഇത് വലുതാ. അമ്മ ചവിട്ടും. നിനക്ക് പറ്റുമെന്ന് എനിക്ക് പറ്റിയാലോ? എനിക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് പറ്റിയാലോ? അമ്മ ഇതൊക്കെ കിട്ടും. സുന്ദരിയായിട്ട് അതിൻ്റെ അകത്ത് പോവാം. ഞങ്ങളൊക്കെ കണ്ടു. ഇറക്കമല്ലേ, ചവിട്ടിയല്ലേ? അല്ല കയറ്റി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നട്ടനെ ശരിയാവുള്ളൂ. ഒന്ന് ഇടിയിപ്പിച്ചേ. ആ അത് നോക്കിടി. ഇവത്തെ പറ്റുമല്ലോ. ഇത് പാകമാ. അത് പാകം ഇട്ട് നോക്കിയാലേ കത്തിയാലേ. അപ്പം ഞാൻ മകളുടെ ഒരെണ്ണം എടുത്ത് ഇടിയിപ്പിച്ച് നോക്കി. ആ പക്ഷെ അത് ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പം കൊണ്ട് പ്രശ്നമാണ്.
അതൊന്ന് ഇട്ട് നോക്കാം ഇതും കൂടി ഒന്ന് ഇട്ട് നോക്കി. പറ്റിയില്ലേ നമുക്ക് മാറ്റാം. എന്നാ വാമേ പയ്യെ വന്നാൽ മതി, പയ്യെ പയ്യെ. ഇതിവിടെ ഇട്ടേക്ക് തോർത്ത് നമുക്ക് പുറത്ത് കൊണ്ടുപോകണം. അത് ഇട്ട് നോക്കിയിട്ട് വാ കേട്ടോ. പയ്യെ പോയാൽ മതി. പച്ചേ ആമലെ ഇത് നെടിച്ച് നോക്കാം അല്ലേ? നെടിച്ച് നോക്കി ഇത് പാകമായിരിക്കും ചിന്ത. ഈ ഷേപ്പ് ആക്കി വാങ്ങിത്തരാം. അമ്മ ഇറക്ക ഇത്രയും കളയേണ്ടി വരും. വർത്തമാനം പറഞ്ഞു. ഇന്ന് വർത്തമാനം പറയാൻ പാടാ. എന്നാണ് വിശേഷമൊക്കെ? എല്ലാ സുഖം. ഓക്കെ. ഒറ്റയോട് പോലെ അല്ലേ? അത് വേണമെന്ന് ഇട്ട് നോക്കാം കേട്ടോ. കൊച്ചിന് കിട്ടിയ മനെ അമ്മേനെ കയറ്റി അടിച്ച് നോക്കുക. കണ്ണാടി നോക്കാതെ ഡ്രസ് ഇട്. ഒരു അമ്മയും മകളും കൂടെ നിൽക്കണത്. കണ്ണാടിയിൽ ആരാന്ന് നോക്കിയേ. കണ്ണാടിയിൽ സെറ്റായോ? പപ്പ പപ്പായോ? ഏത് പപ്പ? ആരും ഇല്ലല്ലോ. പിന്നെ ഇതാരാ? അത് കൊള്ളാലോ. ഇട്ടപ്പോ വേണമെങ്കിൽ കളർ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലേ? ഇതേതാ ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കേ. ഇത് ഒരു സുഖമില്ല. ഇല്ലടാ, നിനക്കെങ്ങനെ ഇഷ്ടപ്പെട്ടാ? ഇല്ല, വെള്ള ഇട്ടത് അത് നല്ലതായിരുന്നു. അതൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇട്ടത് നല്ലതാണോ? അത് മതി. അത് മതി. അതൊന്ന് ഇറക്കം കുറച്ചിട്ടേ സെറ്റാക്കിയാൽ മതി. ഇല്ല, അമ്മയ്ക്കിട്ട കാര്യമാണ്. ഇവാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇത്. ഇതിടാ. അമ്മയ്ക്കേ ഇതിന്റെ ഒരു ഇവാൻ ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഈ ഉടുപ്പ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവന് ഒരുപാടുള്ള ഇറക്കമൊന്നും അവന് ഇഷ്ടമില്ല. അല്ല, അത് കൊള്ളിയല്ല. പുറത്തോഴി നടക്കുമ്പോ അതനുസരിച്ച് പിന്നെ അവിടെ നടക്കും. ഇത് ഇത്രയും കണക്കുണ്ട്. ചവിട്ടണ്ട. ഇത് മതി. എന്നാ ഇത് ഊരിയൊക്കെ നമ്മുടെ വേഷം ഇടാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട അത് കണ്ണാടി നോക്കിട്ട് അമ്മ എന്നാ ഉണ്ട് വിശേഷം? ചീത്തേന്ന് പറഞ്ഞ ചീത്തയാന്ന് ആദ്യമായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്ന നമുക്ക് പോയാൽ ഈ നമുക്കിനി പോയാൽ നിൽക്കുകയല്ലേ ഇനി. ഒരുപാടായി. ഇവിടെ വെള്ളം ഇരിപ്പുണ്ടോ കുടിക്കാൻ? നമുക്ക് പറ്റുമോ? ഇത് നൈറ്റി പോലെ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കളറ് ഡിസൈന് സുഖമില്ല. പുറത്ത് വെച്ചിട്ട് ജ്യൂസ് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഒന്ന് പോകട്ടെ. നമുക്ക് പോകാം. ഇത് മാറിക്കോ. ദേ വെള്ളം ഇച്ചിരി കുടിക്കട്ടെ. ഇത് മാറിക്കോ. എന്നാ നമുക്ക് ഡ്രസ്സ് മാറാം. വാ, ഡ്രസ്സ് മാറിയിട്ട് വരാം. നമ്മളെ അതൊക്കെ എന്നാ പോലെ. അതോ തണുത്ത വേണ്ട, തണുത്ത വേണ്ട. നമ്മളെ വേഷം ഇടാം കേട്ടോ. നൈറ്റിയാ? അത് മതിയെന്നേ, പുറത്തും ഇടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സ്വാതന്ത്ര്യമുണ്ട്. അതെ, ഇപ്പം മറ്റേ ഏട്ടൻ്റെ അല്ലേ? ജോലിക്കാട്ടിലോ? ജൗളിക്കടയാന്നേ. അത് മനസ്സിലായില്ലേ? പണം എന്തോരോ വായിച്ചാലും ജലവാക്കിയത് എല്ലാവരും മേടിച്ചോണ്ട് പോകണം. നല്ല കച്ചവടമുള്ളൂ. ഒരു കെട്ടിടം ഉണ്ടാക്കി കെട്ടിടമൊക്കെ ഉണ്ടാക്കണ അത്ര പൈസയാവും. സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇത് കുറവലങ്ങാട്. കുറവലങ്ങാട്. കുറവില്ലാടാ. കുറവലങ്ങാട്.
ഇത്തിരി ആളാണ് ഇപ്പം നല്ലതാണ്. ആദ്യമായിട്ട് വെള്ളമായിരുന്നോ? ആദ്യത്തെ ചീത്തയാണ്. ആണോ? ഇതാണ് നല്ലതല്ലേ? എല്ലാം ഊരി ഇതിന് ഇതിൽ ഊരി കളഞ്ഞോ? ഇറക്കം ആർക്കും. ഭയങ്കര ഇറക്കമായിരുന്നു അല്ലേ? അത് ഇറക്കമൊക്കെ ഒരു കുറയ്ക്കും. ആണോ അല്ലേ? ഇറക്കമൊക്കെ ഒരു ഭാഗത്തുള്ളവർക്കുള്ള വേണമല്ലോ ഉണ്ട്. ഉണ്ട്. അങ്ങനെയല്ലേ പിള്ളേർ മുതൽ വലിയൊരു വരെ ഉള്ളവർക്ക് വേണം. ഉണ്ടാക്കിയുണ്ട്. കാശ് വേണം. പിന്നെ എല്ലാവരും തുണിയുടെ ഇടണ്ടേ? കൊച്ചിനെങ്ങനെയാണ്? കൊച്ചിനെ പറ്റിയ ഇതൊന്നുമില്ല. അതുകൊണ്ട് കൊച്ചെങ്ങനെ മാതിച്ചിരിക്കുക. കൊച്ചിനൊന്നും മേടിച്ചില്ലല്ലേ? ഇല്ലല്ലോ, കൊച്ചിനൊന്നും മേടിച്ചേ. കൊച്ചിനെ മേടിക്കണ്ടേ? കൊച്ചിനെ വല്ലതും മേടിക്കണം. കൊച്ചിന് ഡ്രസ്സ് മേടിക്കേണ്ടതാണ്. എന്നാ മേടിക്കണ്ടേ? നല്ലതായിട്ടുള്ളൂ. എന്നാ അവനെ മേടിക്കണ്ടേ? അമ്മ പറഞ്ഞു. ഇവിടെ 200 മേലെ ഞാൻ. എന്നാ ആണ്ടേ ഇതിപ്പം ഒരെണ്ണം കൊണ്ട് തയ്പ്പിക്കാൻ കൊടുത്തോളൂ. അടുത്താണ്ട് എടുക്കാമെന്ന് നടക്കണം. പെണ്ണുങ്ങളെ തുണിക്കട കയറ്റിയുള്ള കുഴപ്പമില്ല. അമ്മയോടെ എവിടെ നാണ്ട അമ്മയ്ക്ക് വെള്ളം കിട്ടുന്നു. അത് കുടിക്കാൻ വെള്ളം കുടിച്ചു കൊടുക്കടാ. അങ്ങനെ വഴിയിട്ട് കുടിച്ചോ. അങ്ങനെയല്ല, തിരിച്ചു പിടി. കുടിച്ചോ. പച്ചവെള്ളമല്ലേ ഇത്? നമുക്ക് ജ്യൂസ് കുടിക്കാം. പുറത്തിറങ്ങിയിട്ട് ജ്യൂസും എല്ലാം കുടിക്കാം. അത് കുടിച്ചോ. ആണോ? ഇത് മതിയാ അമ്മ? അത് പച്ചവെള്ള. ചൂടുവെള്ളാന്നേ. ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം. അതെ, ചൂടുവെള്ള ഇല്ലേ? അത് ചൂടുവെള്ള. ചരക്ക. കല്യാണക്കാർക്ക് സാരികളാണ് കണ്ടില്ലേ? സാരി ചുരിദാറുകളൊക്കെയാണ്. കല്യാണ പെണ്ണുങ്ങളില്ലേ? അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്ച്ചു വെച്ചു. ഇപ്പം അമ്മ ഇട്ട് നോക്കിയില്ലേ? അതുപോലെ തയ്ച്ചു വെച്ചിരിക്കുന്ന നല്ല കാശും കിട്ടും. ഇതിനകത്തെല്ലാം മടക്കി വെച്ചേക്കാം. അതിനകത്തെല്ലാം വസ്ത്ര. അങ്ങനെ നോക്കി ഞങ്ങളെങ്ങനെയാ അറിയുന്നത്? ഏതാ? അത് നല്ല വെള്ളയല്ലേ? മറ്റേത് വെള്ളം തന്നെയല്ല, ചെറിയ പൂവും. ചെറിയ പൂവൊക്കെയാ. അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. ചെറിയ പൂവും വെള്ളയൊക്കെയാ. ഒത്തിരി കട്ടിയുള്ള തുണിയില്ല. കട്ടിയും കുറവ്. അത് തന്നെ. ഇതൊക്കെയാണ് നല്ലത്. ഏതെല്ലാം ഭാഷകളിലോർക്ക് വേണ്ടി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചാൽ. അതന്നെ, എല്ലാ ഭാഷയുണ്ട്. ഒത്തിരി ഭാഷ. പൈസ മുടക്കും. പൈസ മുടക്കണം. പൈസ മുടക്കിയല്ലേ ഇടാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ട് തന്നെ ഇരിക്കുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടില്ല ഈ ഇരിക്കുന്ന ഒരു എണ്ണത്തിന് എന്തുമാത്രം പൈസ ചെലവ്. പൈസ ചിലവുണ്ടെന്നേ. അതുപോലെ പൈസ മുടക്കിയല്ലേ മേടിക്കുന്നത്. എല്ലാം മേടിച്ച് ചിലവാകാതെ ഈ ഇവർക്ക് കാശ് കിട്ടും. അത് ചിലവാകണം. ചിലവാകില്ലേ അവർക്കും കിട്ടുള്ളൂ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലവായാലേ അവർക്കും കാശ് കിട്ടുള്ളൂ. എല്ലാ ഫാഷനും കൊണ്ട് തയ്ച്ചു കൊടുക്കും. ഏത് ഫാഷൻ വേണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പോകാം. നേരെ പോകാന്നേ. നമുക്ക് പോവാം. അപ്പോൾ ജോമോള് ചുരിദാർ എടുക്കണം പറഞ്ഞ് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ജോമോള് ചുരിദാർ എടുക്കണം പറഞ്ഞു. നീ എപ്പോൾ അവിടെ ചെല്ലും? വേണ്ട, പച്ച കളർ കിട്ടുന്നുണ്ട്. അങ്ങനെ കുഴപ്പം കറക്റ്റൊക്കെയാണ്. പക്ഷെ പുറകിൽ എനിക്ക് ഞൊറിച്ചിൽ വേണമായിരുന്നു. പക്ഷെ ഞൊറിച്ചിനേക്കാൾ നല്ല നല്ല ചുരിദാർ ചെയ്തുപോലെ മറ്റേ മറ്റേതുണ്ട്. പക്ഷെ ഇവിടെ കൊണ്ട് ഇതും ടൈറ്റാ. ഉണ്ടോ? പുറകു കണ്ടോ? പക്ഷെ ഇത് കുറയത്തില്ല കേട്ടോ. സംഭവം കുറയത്. ഇത് ഇച്ചിരി കൂടെ ലൂസ് ആവുള്ളൂ. ഇത് കണ്ടോ? ഈ തുണി ലൂസ് ആകുന്നതാണ്. കൈ ഇവിടെയൊക്കെ ടൈറ്റാണ്. ടൈറ്റാണോ? നോക്കാവേ. എന്തായാലും എടുത്താൽ മതി. പോകാൻ പാടും. അവിടെ ടെസ്റ്റിങ് നടക്കണം.
ഇനി അമ്മേനെ കൊണ്ട് തന്നെ പോന്നാൽ മതി. ആരെ അമ്മേനെ കൊണ്ട് തന്നെ പോന്നാൽ മതി. ഇവിടെ കൊണ്ടൊന്നിപ്പോൾ ആരെ അല്ലെന്നേ ജോമോൾ അവിടെ ഇട്ട് നോക്കുവാന്ന്. ഇതിന്റെ കൈ എങ്ങനെ ഇതല്ലേ ചുരിദാർ ഇട്ട് നോക്കുക. അമ്മേ അവിടെ ഇരുന്നു ഏറ്റിരിക്കണതേ ഇത് കഴിയട്ടെ കഴിച്ച കിട്ടണ്ടേ. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.